വേറെ തന്നെ ഒരു വൈബായിരിക്കും കേട്ടോ. ഞാൻ കഴിക്കാൻ പോകണ്ടോ. ഓ വാവ്. ഹലോ, അങ്ങനെ എല്ലാവർക്കും മോൺ പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നുണ്ടല്ലോ ഒരു അടിപൊളി ക്യാമ്പിങ് വീഡിയോ ഉണ്ടോ. അപ്പോൾ പേഴ്സണലി എനിക്ക് ഇതുപോലെ ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യുക, സോളോ ആയിട്ട് ക്യാമ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ ക്യാമ്പിങ് വീഡിയോ അല്ല, ജസ്റ്റ് ക്യാമ്പിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഗാഡ്ജറ്റ്സ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. ക്യാമ്പിങ്ങിന് നമുക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകാം, എന്തൊക്കെ കയ്യിൽ വെക്കണം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു കുക്കിംഗ്. കാരണം ഇപ്പോൾ ടൈം 7 മണിയായിട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ്ട് നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ ആ ഒരു ഫില്ലപ്പ് നമ്മൾ ചെയ്യാൻ പോകണ്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അധികം വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിട്ടാമല്ലോ. അതിന് മുന്നേ ഒറ്റ കാര്യം കേട്ടോ, നമ്മൾ വീഡിയോ ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ വീഡിയോക്ക് താഴെ അറിയിക്കുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചേക്ക്. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലേക്ക് കിട്ടാമല്ലോ നമുക്ക്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്കൊരു ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട ഐറ്റംസ് ഉണ്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം. ഇത് വെള്ളമാണ്, ജസ്റ്റ് വെള്ളം. ഇപ്പോൾ വെള്ളം നമ്മൾ എവിടെ ക്യാമ്പ് പോകുമ്പോഴും വെള്ളം നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് നമ്മളെ നിത്യോപയോഗ ജീവിതത്തിൽ എന്തായാലും വെള്ളം ആവശ്യമുള്ളതാണല്ലോ. അപ്പം നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ വല്ല പുഴയുടെയൊക്കെ അരികിലോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല തോട്ടിൻ്റെ വക്കത്തൊക്കെ ആയിട്ട് നമുക്ക് വെള്ളം കിട്ടുന്ന ഒരു നല്ലൊരു ഏരിയയിൽ വേണം നമ്മൾ എടുക്കുക. അപ്പം പിന്നെ അതുപോലെ ഇത് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ഉണ്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഗ്യാസ് സ്റ്റവ് ആണ്. പിന്നെ എപ്പോൾ നമ്മൾ ക്യാമ്പിന് പോയാലും നമുക്കൊരു പ്ലെയറെങ്കിലും നമ്മൾ കൈപിടിക്കണം. നമ്മളൊരു ടൂള് എന്നുള്ള നിലയ്ക്ക് ഒരു പ്ലെയറെങ്കിലും നമുക്ക് ആവശ്യം വരും നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ ടൈമിന് കേട്ടോ. അപ്പോൾ ഇത് പ്ലെയറാണ്. പിന്നെ അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കുത്തിയാണ് കേട്ടോ. കുത്തി മീൻസ് ഒരു കൈക്കോട്ട് പോലുള്ള ഒരു ഐറ്റമാണ്. ഇത്രയും ചെറിയൊരു ഐറ്റം കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടോ അറിയില്ല. ക്യാമ്പിങ്ങിന് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ട നമ്മുടെ നമ്മുടെ ടെൻറ്റ് വെക്കുന്ന ഏരിയയിലൊക്കെ നമുക്ക് കുറേ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പുല്ലുകളും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പുല്ല് അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു കുണ്ടായിട്ട് കിടക്കുക. അപ്പോൾ നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ ഏരിയയിൽ നമുക്ക് അവിടെ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ വെട്ടിയാണ്ട് കണ്ടല്ലോ, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പോകും കേട്ടോ. ഒരു അടിപൊളി ക്യാമ്പിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്യൂട്ടൈൻ ഗ്യാസാണ്. ഈ ഗ്യാസ് സ്റ്റവ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിൽ ഫിക്സ് ചെയ്തിട്ട് അത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംബ്രല്ലയാണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് അംബ്രല്ലയാണ്. ഇപ്പോൾ മഴക്കാലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാമ്പ് ചെയ്യുമ്പം ക്യാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാം, അല്ലാണ്ട് തന്നെ പുറത്തുനിന്ന് നല്ല വ്യൂ ആയിട്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു അംബ്രല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കണ്ട നൈസായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അതുപോലൊരു അംബ്രല്ലയാണ്. കണ്ടല്ലോ, ഇതുപോലെ നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുക. നമ്മളെ ഹൈറ്റ് അനുസരിച്ച് ലോക്കാക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇത്ര ഹൈറ്റ് മതി തൽക്കാലം. ഓക്കെ, ഇത് ഞാൻ ലോക്കാക്കിയതിന് ശേഷം നമുക്ക് വേണ്ട സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി വെച്ചാൽ അതവിടെ നിൽക്കും കേട്ടോ. ഓക്കെ, ഇപ്പം മഴ കൊള്ളാണ്ട് നമുക്ക് ജൈസായിട്ട് ഫുഡ് കഴിക്കാം. അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെയറാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെയറാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അത് അത്രയും അടിപൊളി ചെയറാട്ടോ. ഇത് കാണിച്ചു തരാം. നമ്മളെ ക്യാമ്പിങ്ങിന് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ചെയറൊക്കെ. കാരണം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടില്ല. അപ്പം അല്ലെങ്കിൽ പുല്ലിലൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ അങ്ങനത്തെ ഒന്നും നമുക്ക് പ്രശ്നം വരാതിരിക്കാൻ നല്ല അടിപൊളി ഉണ്ടല്ലോ, അടിപൊളി ചെയറാട്ടോ. കണ്ടോ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്താണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചെയറാട്ടോ. ഭയങ്കര സ്ട്രോങ് ഉണ്ട് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ. ജസ്റ്റ് ഇവിടെ ഇരുന്നാണ്ട് നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ പോയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാം. വാവ്, എന്ത് അടിപൊളിയായിരിക്കും അല്ലേ ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടോ ഇതുപോലെയൊക്കെ ഒരു സംഭവം. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ ടെൻറ്റാണ് കേട്ടോ. ഈ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെൻറ്റ് ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് വല്ലാണ്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ടെൻറ്റിന്. കാരണം നമുക്ക് ടെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അത് ഫിക്സ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു ടെൻറ്റിനുണ്ടാവും. കാരണം നമ്മൾ ഈ ഒരു കവർന്ന് തീർത്തിട്ട് നമുക്ക് വേണ്ട ഏരിയ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 2-3 പിന്നുണ്ട്. കാരണം ഇത് നമ്മൾ ടെൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാറ്റത്ത് പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള രാണികളാട്ടോ. മാറ്റി വെക്കാം, നമുക്ക് ആവശ്യമില്ല. ഇവിടെ അല്ലാണ്ട് കാറ്റൊന്നുമില്ല. ഓക്കെ, ഈ ഒരു ടെൻറ്റിൻ്റെ പ്രത്യേകത നമുക്ക് അടുത്തുള്ള ഏരിയയിൽ പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് വേണ്ട ഏരിയ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി കഴിഞ്ഞാൽ മതി കേട്ടോ.
നമ്മുടെ ടെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ടെൻറ്റായിട്ട് മാറും. കണ്ടല്ലോ നമ്മളെ ടെൻറ്റ് എത്ര പെട്ടെന്നാണ് റെഡി ആയത് നോക്കെ. റിസ്ക്കുമില്ല, കാരണം ഇത് നമുക്ക് മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ കവർ നിർത്താണ്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്ത് വിരിച്ചാൽ തന്നെ സംഭവം ടെൻറ്റ് അടിപൊളിയായിട്ട് ടെൻറ്റായിട്ട് മാറും കേട്ടോ. കണ്ടല്ലോ ഞാൻ ഉള്ളിൽ കയറിയാണ്ട് കാണിച്ചു തരാം. ഓ വാവ്, എന്ത് വിശാലതയാണ് അറിയാം ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കാൻ വേറെ തന്നെ ഒരു വൈബായിരിക്കും കേട്ടോ, പൊളിക്കും. കണ്ടല്ലോ ഈ ടെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ തന്നെ നമുക്കിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. നമ്മളെപ്പോഴും ടെൻറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ടെൻറ്റ് ക്ലോസ് ചെയ്യാൻ ഒരിക്കലും മാർക്ക് ചെയ്തു. കാരണം ടെൻറ്റ് നിൽക്കുന്ന ഏരിയയിൽ എങ്ങനത്തെ ഏരിയ എന്നൊന്നും അറിയില്ല, ജന്തുക്കളോ അല്ലെങ്കിൽ പാമ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലും ടെൻറ്റ് ക്ലോസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതൊരു നെറ്റാണ്. ഇപ്പോൾ നമുക്ക് ഒരിക്കലും വ്യൂ ഒന്നും നഷ്ടപ്പെടാണ്ട്, ഇപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ ടെൻറ്റിൽ ചിലപ്പം കൊതുകുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ നഷ്ടപ്പെടില്ല, എന്നാൽ കൊതുകുകളൊന്നും കയറാണ്ട് നമുക്ക് ടെൻറ്റിൽ സിമ്പിളായിട്ട് തന്നെ നിൽക്കാൻ പറ്റും കേട്ടോ. മറ്റുള്ള വിൻഡോ ഉണ്ട്, അടിപൊളിയായിട്ട് നല്ല വ്യൂവും കിട്ടും കേട്ടോ. നല്ല വിശപ്പുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഫുഡ് ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചാൽ, ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയാൽ ഉണ്ടാവും, പൊളിക്കൂലേ? ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റൗവ്. തല തിരിഞ്ഞു പോയി, ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല വിശപ്പുണ്ട് ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ക്യാമ്പിങ്ങിന് പറ്റിയ ഒരു സ്റ്റൗ ആണ് കേട്ടോ. ഇനി ഇവിടെയാണ് നമുക്ക് ആ ബ്യൂട്ടൈൻ ഗ്യാസ് ഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അതുകൊണ്ടോ ഈ ബ്യൂട്ടൈൻ ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫിക്സ് ചെയ്യണം. ബ്യൂട്ടൈൻ ഗ്യാസ് ഇതുപോലെ ജസ്റ്റ് ഇതിൻ്റെ ഹോളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാം. ഇവിടെ ഒരു ലോക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഇത് ജസ്റ്റ് കത്തി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ലോക്ക് ആയിട്ടോ. ഓക്കെ, ഗ്യാസ് ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഇത് അടച്ച് കഴിഞ്ഞിട്ട് നമുക്കിതാ ഓണും ഓഫ് എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ നിന്ന് ഫ്ലെയിം വരും. അപ്പോൾ അതാ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ബ്യൂട്ടൈൻ ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്താൽ സെറ്റായിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട്, അതിന് മുന്നേ ഇതൊന്ന് ഓണാക്കണം. ഇതിൻ്റെ കയ്യുമ്പോൾ തട്ടി കത്തിട്ടോ, കാണുന്നുണ്ട് അറിയില്ല. നമ്മൾ ഗ്യാസ് കത്തിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? നന്നായിട്ട് അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് എന്താ വെച്ചാൽ ഇത് നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് ഉണ്ട്, പിന്നെ അതേപോലെ ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ട്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു കയ്യിൽ കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ട ഒരു പ്ലേറ്റും, പിന്നെ ഈ ഒരു ചട്ടിയും കൂടി ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണേ. ഇത് നമ്മൾ കൊണ്ടുവന്ന വെള്ളം തന്നെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചട്ടി കേൾക്കാൻ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ അത് കേക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചട്ടി ഇവിടെ വെച്ചു, ഗ്യാസ് ഓണാക്കി, കത്തിക്കണ്ടോ. ഇത്ര ഫ്ലെയിം വേണ്ട, നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ചൂടായിട്ട് വരുന്ന കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എണ്ണ യൂസ് ചെയ്യാം. അപ്പം ചട്ടി ചൂടായിട്ടോ, ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അത് എന്നിട്ട് നമ്മുടെ കൊണ്ടുവന്നിട്ടുള്ള എണ്ണ തീക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങി കൊടുക്കണം. അത് മതി, ഓംപ്ലേറ്റിന് അത്ര എണ്ണ മതി. നല്ല ചൂടായിട്ടേ, ജസ്റ്റ് ഒന്ന് തീ കുറച്ച് കൊടുക്കാം. ഓവറായ ചൂട്. ഇനി നമ്മുടെ ഓംപ്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മുട്ട പൊട്ടിക്കാൻ പോവാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, കരിഞ്ഞു പോവോ? കുറച്ചുകൂടി കുറച്ച് കൊടുക്കാം. ഒഴിക്കാൻ പോവാണ്. നമ്മൾ മുട്ട പൊട്ടിച്ചിട്ടുണ്ട് ഓംപ്ലേറ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓംപ്ലേറ്റ് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. കുരുമുളകാണ്, അങ്ങനെ അടിപൊളിയായിരിക്കും. ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കാം. കളർഫുൾ ആയിക്കോട്ടെ, കുറച്ച് കൂടുതലാണ് ഇട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ മുട്ടക്ക്.
ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ ഓംപ്ലേറ്റിന് ഇച്ചിരി ഉപ്പിൻ്റെ ഒരു ചോയ വരാൻ വേണ്ടിയിട്ട് പിഞ്ച് ഓഫ് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ നമ്മുടെ മുട്ട അയ്യോ കരിഞ്ഞുകൊണ്ട് നമ്മൾ മുട്ട നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഓംപ്ലേറ്റ് അയ്യോ നമ്മളെ കുഞ്ചി പൊട്ടി, ഉണ്ണി പൊട്ടി, അടി പിടിച്ചോ. സീനില്ല, നമ്മളെ ഇത് പിന്നെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഇതുപോലെ എടുത്ത് ശരിയാവില്ല, കുഴപ്പമില്ല. നമ്മുടെ മുട്ട അതിൽ നിന്ന് എടുത്തപ്പോൾ എന്താ ഇങ്ങനെ ആയി പോയിട്ടോ, എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു കയ്യിലിൻ്റെ കുഴപ്പമാണ്. ഇതാണ് നമ്മുടെ മുട്ട. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള മുട്ട ഉണ്ട്, കുഴപ്പമില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതാ നമ്മളെ ബ്രെഡ് ഇട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ബ്രെഡ് എന്നിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇച്ചിരി എണ്ണ വാർന്നു കൊടുക്കാം. ബ്രെഡിന് കുറച്ചൊരു എണ്ണ വാർന്നു കൊടുക്കാം. നമ്മൾ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആവണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ബ്രെഡ് ഒന്ന് ചൂടാവട്ടെ, ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞോ, അടിപൊളിയായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ട ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റ് റെഡി. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് പറയുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, എന്തായാലും അടിപൊളിയാകാനേ ചാൻസ് ഉള്ളൂ. അതിന് മുന്നേ നമുക്ക് നമ്മൾ ടെൻറ്റിലേക്ക് കയറാം. നമ്മുടെ ഈ ടെൻറ്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കാം കേട്ടോ. ഈ ഫുഡ് കഴിക്കുന്നതിന് നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ടെൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഫീൽ കഴിക്കാനും. ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ, എങ്ങനെയുണ്ടോ നോക്കാം കേട്ടോ. സത്യം പറയാലോ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി ഇത്ര ടേസ്റ്റിൽ ഞാൻ കഴിച്ചില്ല. സത്യം പറയല്ലോ, അത്രക്കും അടിപൊളി പറഞ്ഞാൽ അത്രക്കും അടിപൊളി. ഇത് നീ പുറത്തുനിന്ന് ഇങ്ങനെ വൈബായോണ്ട് കഴിക്കണോണ്ടാന്ന് അറിയില്ല, എന്തായാലും ഒരു രക്ഷയില്ല പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റ്. സൂപ്പർ പറഞ്ഞാൽ വാവ് ഫണ്ടാസ്റ്റിക്, അത്രക്കും പൊളി. നമ്മളെ ക്യാമറമാൻ ഇതു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് അവനൊരു പീസ് കൊടുക്കാം കേട്ടോ. വാ വാ വാ. ഓക്കെ, നമ്മളെ നീതു ഫുഡ് എങ്ങനെയുണ്ടോ അടിപൊളിയായിട്ട്. അവന് ക്യാമറൻ്റെ മുന്നിൽ വരാൻ ചെറിയൊരു അടപ്പുണ്ട് കേട്ടോ. സംഭവം കിട്ടിയ ടേസ്റ്റിന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാമ്പിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ച് തീർക്കാൻ പോവുകയാണ്. ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കണം എല്ലാം അറിയിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസും നമ്മൾ തന്നെ ബാഗിൽ പാക്ക് ചെയ്താണ്ട് കൊണ്ടുപോകണ്ടോ. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസ് ഒന്നും നമ്മളിവിടെ ഇട്ടിട്ട് പോകരുത്. കാരണം പ്രകൃതിക്ക് അതൊരു ഭയങ്കര ഒരു നാശനഷ്ടം ഉണ്ടാക്കുക. അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസും നമ്മളെ ബാഗിൽ തന്നെ പാക്ക് ചെയ്താണ്ട് കൊണ്ടുപോകും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ മുബാരി സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.